നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു മക്കളെ നന്നാക്കി? ഒരു ഉദാഹരണം, നബിയുടെ പേരക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫാത്തിമയോട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ടതില്ല. ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടി പൊതുമുതലിൽ നിന്ന് പാടില്ലാത്തൊരു കാരക്ക എടുത്ത് വായിലിട്ടു. കഹ്, തുപ്പിക്കള മോനെ, മോനെ നമുക്കത് ഹലാലല്ലോ കുഞ്ഞെ. കുട്ടി വായിൽ തന്നെ ഇട്ടു. നബി വിരല് വായിലേക്ക് വെച്ചത് കുട്ടി കരഞ്ഞു. എന്നിട്ട് നബി അത് അനുവദിച്ചില്ല. ഇനി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ എന്താ ചോദിക്കല്? നമ്മൾ സാധാരണ പറയല് കുട്ടികളല്ലേ, പൈച്ചിട്ടല്ലേ, നെയ്ച്ചോറല്ലേ, ബെയ്ച്ചോട്ടെ. നമ്മൾ സാധാരണ പറയുന്ന ചൊല്ലാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കാരുണ്യമുള്ള ആളാ. എന്നിട്ട് ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് കാരക്ക എടുക്കുക വഴി ആ കുട്ടി എന്ന വെള്ളക്കടലാസിൽ കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര എന്ന ഫിത്രത്തിൽ നബി എന്താ എഴുതുന്നത്? മോനെ ഹറാം നമുക്ക് പറ്റൂല എന്നാ പഠിപ്പിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹസൻ ഹുസൈൻ കുട്ടികൾ അന്യന്റെ കാരക്കെടുത്ത് നിങ്ങൾ ആ ചരിത്രത്തിൽ എവിടെയും കാണുമോ? ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണോ? ഞാൻ വായിച്ചെടുത്തൊരു സ്ഥലത്തുമില്ല. ചിന്തിക്ക്, വേണ്ട, അതൊക്കെ പോട്ടെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബൈസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് പോകും. ദിക്റൊന്നും ചെല്ലാതെ സലാം വീട്ടി എണീറ്റട് പോകും. കുറേ ദിവസം എണീറ്റപ്പോ സ്വഹാബികൾ നിൽക്കവിടെ, കുറെ ദിവസമായല്ലോ കാട്ടി പറ്റമായി പോണ്, എങ്ങോട്ടാണ് ചോദിച്ചു. ഒരു ദിക്റില്ല, ദുആ ഇല്ല, എന്താ തിരക്ക്, ദുനിയാവിന്റെ ശൂല് എന്താന്നൊക്കെ ചോദിച്ചു അബൂ ദുജാന റളിയല്ലാഹു തആലയോട്. എനിക്ക് കേട്ടോളി, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാര് ശരിക്കും ജീവിതത്തിൽ കേട്ടോളി. അബൂ ദുജാന പറയണം, അതേ അയൽപ്പക്കത്തൊരു ഈത്തപ്പനുണ്ട്, നിറയെ ഈത്തപ്പഴ പാകമായി നിൽക്കുക, എന്റെ മുറ്റത്താ വീഴുക. പന അദ്ദേഹത്തിൻ്റെതാണ്, ഈത്തപ്പഴവും അദ്ദേഹത്തിൻ്റെതാണ്, അത് വീഴുന്നത് എന്റെ മുറ്റത്താണ്. ഈത്തപ്പനക്ക് അറിയില്ലല്ലോ മുറ്റം എന്റേതാണെന്ന്. ചിന്തിക്കണേ. എന്നിട്ട് അദ്ദേഹം പറയണെന്നറിയോ, എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, ഞാനിവിടെ ദിക്റും ദുആക്കെ ചൊല്ലി പള്ളിയിലിരുന്നാൽ എൻ്റെ കുട്ടികൾ നേരത്തെ എണീക്കുന്ന കുട്ടികളാ. അവരെണീറ്റ് മുറ്റത്തിൽ നിന്ന് ഈ ടേസ്റ്റുള്ള ഈത്തപ്പഴം എടുത്ത് തിന്നും. ചെറുപ്പത്തിലെ തന്നെ എൻ്റെ മക്കളുടെ വയറ്റിൽ ബുത്തൂനിഹിമില്ലന്നാർ, നരകത്തിന്റെ തീ നിറക്കും, അതെനിക്ക് സഹിക്കൂല. ഞാൻ ചോദിക്കണം, അങ്ങനത്തെ ഒരു ബാപ്പ ഈ സദസ്സിലുണ്ടോ? എൻ്റെ മോനൊരു തീപ്പെട്ടിക്കുള്ളി അന്നൻ്റെത് എടുക്കരുത് എന്ന് മകനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്ര ജാഗ്രത പോലത്തെ എത്ര ആളുണ്ട്?